ഉന്നത വിദ്യാഭ്യാസം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് സാർ എങ്ങനെയാണ് കാണുന്നത്? ഈ ഉന്നത വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് കേരളത്തിൽ സാധാരണ എഡ്യൂക്കേഷൻ പോലെ തന്നെ വളരെ പ്രശംസിക്കപ്പെട്ട ഒന്നാണ്. പക്ഷേ നാം കാണുന്നത് ഈ ബീഹാർ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഈ IAS IPS കൂടുതൽ വരുന്നത് അവിടെയുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന കുട്ടികളാണ്. അതൊരു പക്ഷേ അവിടെ എല്ലാവരും ഡിഗ്രിക്കോ PGക്കോ പോകുന്നുണ്ടാവില്ല. എൻറോൾമെൻറ്റ് വളരെ കുറവായിരിക്കും. പക്ഷേ പഠിക്കുന്നവർ ആ രീതിയിൽ തന്നെ ഒരു IPS IAS ഇൻ്റർവ്യൂവിലേക്ക് പോകുന്ന രീതിയിൽ തന്നെയായിരിക്കും പഠിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണെങ്കിലും ക്വാളിറ്റി ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പം നമ്മുടെ FIUGP കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വിദേശത്തൊക്കെ പോകുന്ന കുട്ടികൾക്ക് അവിടെ പൊതുവേ ഫോറിൻ ഡിഗ്രി ഉണ്ടല്ലോ. അപ്പോൾ അത് അനുസരിച്ച് അവിടെ ജോലി കിട്ടാനും ഇന്ത്യൻ കമ്പനികളിലൊക്കെ ജോലി കിട്ടാനും കൂടിയാണ് FIUGP കൊണ്ടുവന്നത്. പക്ഷേ എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ വിദ്യാഭ്യാസത്തിന് മുടക്കുന്ന പണം, ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം എത്ര കോടിയാണോ ആ കോടിയുടെ ഒരു ഫലം കാണുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സംശയം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കുറേ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ ശമ്പളം കൊടുക്കുന്നുണ്ട്. ഈ ശമ്പളത്തിനനുസരിച്ചുള്ള ഒരു ഫലം സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ്. രണ്ടാമത് നമ്മുടെ കോളേജുകളിലൊക്കെ വലിയ ബിൽഡിങ്സ് പുതിയത് വരുന്നുണ്ട്. ആ ബിൽഡിങ്സിന് മുടക്കിയ പണം അതിൻ്റെ പ്രതിഫലം നമുക്ക് പിന്നീട് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല നമ്മൾ സാധാരണ ഭാഷ പറയാണ്ട് മുതലാവുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ ഇതിനെയാണ് നമ്മൾ സോഷ്യൽ കോസ്റ്റ് എന്നതിന് പറയും. അപ്പോൾ ഒരു ഇൻവെസ്റ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു വലിയ നിക്ഷേപം അത് നമുക്ക് ഒന്നുകിൽ അത് ഇൻഡസ്ട്രിയിലായിരിക്കണം, അല്ലെങ്കിൽ അത് റോഡ് പോലുള്ള കാര്യങ്ങളായിരിക്കണം, അല്ലെങ്കിൽ എഡ്യൂക്കേഷനാണ് ഏറ്റവും നല്ലത്. പക്ഷേ അതിന് സോഷ്യൽ കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ കോസ്റ്റിനനുസരിച്ചുള്ള ഫലം ഉണ്ടോയെന്ന് പരിശോധിക്കണം. അപ്പോൾ നമുക്ക് അത് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് നമുക്ക് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു കാര്യമാണ് നമുക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് കേരളത്തിൽ പറയാനുള്ളത്. ഒരു പക്ഷേ മെച്ചപ്പെട്ടേക്കാം. കാരണം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രൈമറി അല്ലെങ്കിൽ ജനറൽ എഡ്യൂക്കേഷനാണ് ഗവൺമെൻറ്റൊക്കെ ഫോക്കസ് ചെയ്തത്. ഈ പ്രാവശ്യം ഉന്നത വിദ്യാഭ്യാസം ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു 5-10 വർഷം കഴിഞ്ഞ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം ഫലപ്രദമായി എന്നുള്ളത് അതിൻ്റെ സോഷ്യൽ കോസ്റ്റിനനുസരിച്ച് അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. സർ, അതുപോലെ തന്നെ ഇപ്പം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ ലാംഗ്വേജ്, പ്രത്യേകിച്ച് പറയുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതൊരു ബാരിയറായി തോന്നുന്നു. അതായത് ഈ കുട്ടികൾക്ക് അവിടെ സിലബസ് ആയാലും സംസാരിക്കുന്നവർക്ക് ലാംഗ്വേജ്, ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ബാരിയറായി തോന്നുന്നുണ്ടോ? എൻ്റെ ഒരു മനസ്സിലാക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോകുമ്പോൾ അവിടെ കേവലം ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അത് എഡ്യൂക്കേറ്റഡ് ആവട്ടെ അല്ലാതിരിക്കട്ടെ, അവർക്ക് ഈ വൊക്കാബുലറി പെട്ടെന്ന് കിട്ടുന്നുണ്ടെന്നാണ്, വേർഡ്സ് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ഗ്രാജുവേറ്റ് ആയ ഒരാൾക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മൾ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പോലും ഇവിടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പ്രധാന ഘടകമാണ്. എനിക്ക് തോന്നുന്നത് പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ ഇവിടുത്തെ അധ്യാപകർ, കോളേജ് അധ്യാപകർ ഇംഗ്ലീഷിൽ മാത്രമാണ് പൊതുവെ ക്ലാസ് എടുത്തിരുന്നത്. അങ്ങനെ കേട്ടിരുന്നു. പക്ഷേ നമ്മളൊക്കെ ഇപ്പോൾ മലയാളത്തിലാണ് അധികവും ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് എടുക്കുന്ന കാര്യത്തിലും ഇവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ സംസാരിക്കുന്ന കാര്യത്തിൽ ഇവിടെ പഠിച്ചവർ, കേരളത്തിൽ പഠിച്ചവരും വളരെ പിന്നോട്ടാണ്. അത് ചെറിയൊരു മാറ്റം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു സമസ്യയാണ്. കാരണം +2, ഡിഗ്രി, ഈവൻ PG ലെവലിൽ പഠിച്ച ഇംഗ്ലീഷ് ഐച്ഛിക വിഷയമായി എടുത്തതെന്നല്ല ഞാൻ പറയുന്നത്. പൊതുവേ ഇംഗ്ലീഷൊക്കെ വെച്ചിട്ട് ഹിസ്റ്ററിയൊക്കെ പഠിച്ച ആളുകൾക്ക് ഒരു മിനിമം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്തുകൊണ്ടില്ല എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഏത് ഭാഷയും സംസാരിച്ച് തന്നെ പഠിക്കണം. അപ്പം നമ്മൾ അങ്ങനെ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അതേസമയം ഇതേ കുട്ടി വേറെ ഒരു വിഷയമെടുത്ത് ബാംഗ്ലൂരോ ചെന്നൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവുമായിരിക്കാം. നമ്മുടെ മത്സര പരീക്ഷകളിൽ, പ്രത്യേകിച്ച് IAS IPS സിവിൽ സർവീസ് പരീക്ഷകളിലും ഈവൺ ഒരുപക്ഷെ വിദേശത്തൊക്കെയുള്ള പല മേഖലകളിലും നമ്മുടെ കുട്ടികൾ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടും അല്ലെങ്കിൽ വിവരമുണ്ടായിട്ടും ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാത്തതുകൊണ്ട് മാത്രം പിന്തള്ളപ്പെടുന്ന ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇപ്പോഴൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഏത് ഫേമിൽ ജോലി കിട്ടണമെങ്കിലും
എനിക്ക് തോന്നുന്നു സർട്ടിഫിക്കറ്റ് ചോദിക്കും, പക്ഷേ സ്കില്ലാണ് പ്രധാനം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മുടെ പലപ്പോഴും പഠിപ്പിക്കുന്നവർക്ക് പോലും ഈ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അതെന്താണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം അതിലുണ്ടാവാം. പിന്നെ നമ്മൾ നല്ല സ്പീച്ചുകൾ കേൾക്കുക, അതുപോലെ റേഡിയോ പ്രഭാഷണം കേൾക്കുക, TV ന്യൂസ് കാണുക, ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുക, ഇതൊക്കെയാണ് സജസ്റ്റ് ചെയ്യാറ്. നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ മെച്ചപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടി 2 കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു ക്ലാസ്സിൽ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ എല്ലാവരും കളിയാക്കുന്ന ഒരു രീതി ഒരുപക്ഷെ ഉണ്ടാകാം. അപ്പം അങ്ങനെ അപ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു അവസരം പോലും നമ്മുടെ ക്ലാസ് റൂമുകളിലില്ല. ചിലപ്പോഴെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നൊരു, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്നതൊരു മോശമായിട്ടൊക്കെ കാണുന്ന ഒരു രീതി കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കുക, ഗ്ലോബൽ ലാംഗ്വേജായ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അക്കാര്യത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ളവർ പഠിച്ചവർ പോലും പിന്നോട്ടാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതൊരു ഉത്തരം കിട്ടേണ്ട ചോദ്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞ കുറച്ച് പരിഹാരങ്ങളുണ്ടെങ്കിലും നമുക്കൊരു എനിക്കൊക്കെ ബോധ്യം ഉള്ള അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വാക്കുകൾ കിട്ടില്ല. ചിലപ്പോൾ അതിൻ്റെ കാരണം ഉണ്ടാവാം, പക്ഷേ അതൊരു പ്രധാന ഘടകമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ആ രംഗത്തുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി വേണമെങ്കിൽ ഇന്ന് സൂചിപ്പിക്കാവുന്നതാണ്. നിങ്ങളെങ്ങനെയാണ് അത് സ്കൂളുകളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിച്ച ആളുകളുണ്ടാവും അല്ലേ? അവിടെ എങ്ങനെയാണ് സ്കൂളുകളിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്? എങ്ങനെയാണ് അതിൻ്റെ? ഞാൻ പഠിച്ചത് CBSE സ്കൂളാണ്. ഓക്കെ. അവിടെ നോർമലി ഇംഗ്ലീഷ് ലാംഗ്വേജാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇംഗ്ലീഷ് ലാംഗ്വേജാണ്. ഒരു 10ാം ക്ലാസ് എത്തുമ്പോഴേക്ക് കുട്ടികൾ കേപ്പബിൾ ആവും. സ്വാഭാവികമായിട്ടും 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നല്ല ഫ്ലുവൻസി വരുന്നില്ല. പിന്നെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗ്രാമർ ഒപ്പിച്ച് സംസാരിക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നൊക്കെ പറയത്തില്ല. അപ്പോൾ അത് മറ്റൊന്നാണ്. ഗ്രാമർ നമ്മൾ ആദ്യം അങ്ങനെ വേറെ അത്ര രീതിയിൽ നോക്കേണ്ടതില്ല എന്നും കൂടിയാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ. സ്കൂൾ തലത്തിലും അതുപോലെ കോളേജ് തലത്തിലും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതിന് പ്രാക്ടിക്കലാക്കി ചെയ്യാൻ എന്ത് സാധ്യതയുണ്ട്, എന്ത് വഴിയുണ്ടെന്ന് നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യത്തിൽ പറയുന്നത്. ഇപ്പോൾ സമൂഹത്തിൽ മയക്കുമരുന്ന് വ്യാപനം വളരെ കൂടുതലാണല്ലോ, അതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം? ഇതിലെനിക്ക് വളരെ വ്യത്യസ്തമായ ഒരഭിപ്രായമാണ് പറയാനുള്ളത്. അതായത് പ്രധാനമായിട്ടും ഈ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ മെൻറ്റാലിറ്റിയെ തീരുമാനിക്കുന്നത്, അതിനെ നയിക്കുന്നത് ചില സോഷ്യൽ ട്രെൻഡുകളാണ്. അങ്ങനെ കാണപ്പെടുന്നൊരു പ്രധാനപ്പെട്ട ട്രെൻഡാണ് നിയമത്തിനെയും പോലീസിനെയും വെല്ലുവിളിക്കുക, അല്ലെങ്കിൽ അവരെ പരസ്യമായി ക്രിട്ടിസൈസ് ചെയ്യുക, അതിന് കൂടുതൽ ലൈക്ക്, ഷെയറൊക്കെ കിട്ടും. ഒരു പോലീസ് വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയുടെ മുമ്പിൽ പോയി അതിൻ്റെ നമ്പർ എടുക്കുക, എന്നിട്ട് അതിന് പൊല്യൂഷൻ ഉണ്ടോ, അതിന് മറ്റ് കടലാസുകളുണ്ടോ പരിശോധിക്കും. ചിലപ്പോൾ അതിന് അന്ന് പൊല്യൂഷൻ ഇല്ലായിരിക്കും. അപ്പോൾ ഇല്ലെങ്കിൽ ആ പോലീസുകാരോട് 2 തെറി പറയും. അപ്പോൾ ആ തെറി പറയുന്ന ആൾ ആ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ അതിന് ഭയങ്കരമായ ഹൈപ്പ് കിട്ടും. ഫലത്തിൽ നോക്കിയാൽ അത് ശരിയാണ്, അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. പക്ഷേ സംഭവിച്ചത് ഇതിങ്ങനെ കൂടിക്കൂടി വരികയും എല്ലാ സ്ഥലത്തും കയറി ഇങ്ങനെ നിയമവ്യവസ്ഥയും നിയമപാലകരെയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്ത ശേഷം ഇതൊരു അത്ര വിലയുള്ള കാര്യമല്ല എന്ന് ഒരു ബോധം, ഒരു തോന്നൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ, ഈ 10ാം ക്ലാസ് 8ാം ക്ലാസ് കുട്ടികളിൽ ഉണ്ടായി. മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ വൻ ഹീറോ ആയിട്ട് മാറുകയും ചെയ്യുന്നതാണ് ഒന്ന്. അത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതേ ആളുകൾ പിന്നീട് ഘട്ടം ഘട്ടമായി ചെറിയ ആക്രമണം കാണിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ചെറിയ അടിപിടി ഉണ്ടാക്കുമ്പോൾ അവർ പെൺകുട്ടികളുടെയും മറ്റുള്ളവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യുന്നു, ഹീറോയായി മാറുന്നു. പാവപ്പെട്ട അല്ലെങ്കിൽ പണ്ടൊക്കെ പറയുന്ന ഈ നല്ല കുട്ടി എന്ന് പറയുന്ന സാധനം എടുക്കപ്പെടുകയും മോശം കുട്ടി എന്നൊക്കെ നമ്മൾ പറയപ്പെടുന്ന സാധനം നല്ല കുട്ടിയായി മാറും. അത്യാവശ്യം മുടിയൊക്കെ വളർത്തി ഒരു അച്ചടക്കമില്ലാതെ നടക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നവൻ ആണ് ഹീറോ. മറ്റവൻ ഈ മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുകയോ അധ്യാപകരെ അനുസരിക്കുകയോ ചെയ്യുന്നവനൊക്കെ വെറും പോക്കാണ്, അവനൊക്കെ ഒരു മണ്ടൻ ആണ് എന്ന രീതിയിൽ വരികണമെന്ന്.
പിന്നെ നമ്മൾ സംഭവിച്ചത് ചെറിയ ചെറിയ അക്രമങ്ങൾ നടക്കുമ്പോൾ ചെറിയ കുട്ടികൾ തമ്മിൽ അടി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു കുട്ടി പോലീസിനെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ ഒരു നിയമം ലംഘിക്കുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്തില്ല, ആദ്യഘട്ടത്തിൽ തന്നെ അതിനെ തടയാതെ അതിന് കംപ്ലീറ്റ് യൂട്യൂബിൻ്റെ കമൻറ്റുകളിലൊക്കെ അതിന് സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ ഇവനങ്ങനെ അവൻ ഹീറോ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ആദ്യം നിയമത്തെ ചോദ്യം ചെയ്തു, രണ്ടാം ഘട്ടത്തിൽ നിയമത്തെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോഴും പോലീസ് വാണിനെ തടഞ്ഞു, അല്ലെ പോലീസ് വണ്ടിക്കെതിരെ പിന്നെ തെറി പറയുന്നു, പോലീസിനെതിരെ തെറി പറയുന്നു. അപ്പോഴൊക്കെ ഇവൻ ഹീറോ ആയി മാറുന്നു. മൂന്നാം ഘട്ടത്തിൽ ഇവന് മനസ്സിലായി ഇവിടുത്തെ നിയമമൊക്കെ നോക്കുമ്പോൾ ഈ വലിയ തെറ്റുകാരൊക്കെ വഴുതിലൂടെ ജാമ്യത്തിലൂടെയും മറ്റൊക്കെ രക്ഷപ്പെടുകയും കാണുമ്പോൾ നിയമമൊക്കെ നോക്കുമ്പോൾ ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് മാത്രമല്ല, നമ്മുടെ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാൻസ് ഒരു പക്ഷേ അത് കാമുകിമാരാകാം, കൂട്ടുകാർ ബെസ്റ്റി ആവാം, അതൊക്കെ കൂടുമെന്ന് മനസ്സിലാക്കി, കുറേയൊക്കെ യാഥാർത്ഥ്യമുണ്ട് മനസ്സിലാക്കി ഇവർ ഈ ഹീറോയിസം കാണിക്കാൻ വേണ്ടി ഡയറക്റ്റ് കാണിക്കാൻ വേണ്ടി തുനിയുകയാണ്. പിന്നെ പണ്ടൊക്കെ സുരേഷ് ഗോപി സിനിമകളിലൊക്കെ ഞങ്ങളൊക്കെ കണ്ടതും പിന്നെ ഭയങ്കര ഡയലോഗ്സൊക്കെ, അതിലെ കമ്മീഷണർ ഡയലോഗൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്, അതൊക്കെ പറയുന്നു. പക്ഷേ അത് ഒരു ഘട്ടം വരെ നമ്മൾ ആ ധൈര്യം കാണിക്കുമെങ്കിലും പറച്ചിൽ മാത്രമാണ്, ചെയ്തിയിൽ അത് കാണിക്കാൻ നിൽക്കില്ല. കാരണം ചെയ്തി കാണിച്ചാൽ സിനിമയാണെന്നും ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിലിൽ പോകുന്നു എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോഴത്തെ സിനിമേൻ്റെ കാര്യത്തിൽ ഈ കുട്ടികൾ നേരത്തെ പറഞ്ഞ ഈ ഇടാമോൻ എന്നുള്ള ഡയലോഗ് അടിക്കുകയും അതിൻ്റെ അപ്പുറത്തെ അടുത്ത സ്റ്റെപ്പിലേക്ക് സിനിമയെ കാണിക്കുന്നതിനേക്കാളും വലിയ വയലൻസ് കാണിച്ചാൽ ഹീറോ ആവാൻ തെറ്റിദ്ധരിക്കുകയും അങ്ങനെ ആണ് ഈ പല കേസുകളിലും വരുന്നത്. മാത്രമല്ല നമ്മൾ ഈ ഷഹബാസിൻ്റെ വിഷയത്തിലും അതുപോലെ തന്നെ അഫാൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു കോളേജിലൊക്കെ എത്തിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ, പണ്ടത്തെ പ്രീ ഡിഗ്രി കാലത്തൊരു കുട്ടികൾ ഗുരുത്തക്കേട് കൂടുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. ഇത് സ്കൂളിലുള്ള കുട്ടികളാണ്, 10ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ. അപ്പോൾ ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ചില സ്കൂളുകൾ നിർഭാഗ്യവശാൽ പറയാതിരിക്കാൻ വയ്യ, ചില സ്കൂളുകളിൽ ഈവൻ കഞ്ചാവിൻ്റെ വിഷയങ്ങൾ അറിഞ്ഞിട്ട് പോലും, കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് കൃത്യമായി പിടിച്ചിട്ട് പോലും പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സ്കൂളിൻ്റെ മൊറാലിറ്റിയെ ബാധിക്കുന്നത് മാത്രമല്ല, സ്കൂളിലെ പോസ്റ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പോസ്റ്റ് പോയാൽ ജോലി പ്രശ്നമാണ്. അപ്പോൾ ഭാഗ്യവശാൽ ഞങ്ങൾക്ക് കോളേജിൽ അങ്ങനെ പോസ്റ്റ് നഷ്ടപ്പെടുന്ന രീതി പൊതുവേ ഇല്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മൾ ഒരു കാര്യത്തിൽ കുറച്ച് ഭാഗ്യന്മാരാണ് ഞങ്ങളൊക്കെ. കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കോളേജിലാണ് ഇത് കൂടുതൽ വരേണ്ടതെന്നാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് കോളേജിലൊന്നുമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കോളേജിലെ കുട്ടികൾ മാന്യന്മാരായിട്ട് ഇപ്പം തോന്നുന്നു. അതേസമയത്ത് മറ്റുള്ളവർ എന്തോ കാരണങ്ങൾ കുറ്റപ്പെടുന്നതല്ല, സ്കൂളിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൊതുസമൂഹത്തിൻ്റെയും മീഡിയയുടെ പറ്റി പറയുമ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത്, ഈ നമ്മുടെ സമൂഹത്തെ ഇത്ര വഷളാക്കുന്ന ഒരു വലിയ പങ്കാണ് ഈ ചാനലുകൾ വഹിച്ചിട്ടുള്ളത്. എന്തെന്ന് വെച്ചാൽ ഒരാൾ തെറ്റ് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ തന്നെ ഒരാൾ തെറ്റ് ചെയ്യുന്നു, ആ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുന്നതിന് പകരം ആ തെറ്റിനെ ന്യായീകരിക്കുകയാണ് പലപ്പോഴും ചാനലുകൾ ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു ഗൃഹനാഥനാണെന്ന് വെക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയും കുട്ടികളും പെൺകുട്ടികളും ഉണ്ടെന്ന് വെക്കും. നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് വന്നിട്ട് ഒരു അന്യ ആൺകുട്ടിയും പെൺകുട്ടി സാധാരണഗതിയിൽ നമ്മുടെ സോഷ്യൽ മൊറാലിറ്റിക്ക് ചേരാത്ത രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ചോദിച്ചാൽ സംഭവിക്കുക, ഈ മീഡിയാസ് മുഴുവൻ വന്നിട്ട് നിങ്ങൾ സദാചാര പോലീസ് കളിച്ചു എന്നും നിങ്ങളെ അറസ്റ്റ് ചെയ്യിപ്പിക്കും. പണ്ടൊക്കെ അതിന് ദോഷവശങ്ങളുണ്ടെങ്കിൽ തന്നെ പണ്ടൊക്കെ ഒരു നാട്ടിൻ പുറത്ത് ഒരു നിശ്ചയ സമയം കഴിഞ്ഞാൽ, രാത്രി ഒരു നിശ്ചയ സമയം കഴിഞ്ഞാൽ, അപരിചിതരെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിഫോമുള്ള കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുത്തെ ആളുകൾ ചോദിക്കും, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങളത് സ്കൂളാണ്, അല്ലെ സ്കൂളിൻ്റെ യൂണിഫോം കണ്ടാൽ അവിടെ എന്താ ക്ലാസ്സിൻ്റെ ഇന്ന് ചോദിച്ചുകൂടാ. ഇന്ന് പ്രത്യേകിച്ച് പെൺകുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ കേസിലേക്ക് മാറും. അപ്പോൾ ഈ ഒരു സദാചാര പോലീസ് എന്നുള്ള സാധനം അത് വൻ പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ വലിയ രീതിയിൽ അതൊരു മോശം വേർഡായി വന്നിട്ട് അതിനെ ചിത്രീകരിച്ചത് ഈ മീഡിയകളാണ്. അതോടുകൂടി മനുഷ്യന്മാർ എന്ത് കണ്ടാലും, ഇപ്പോൾ ഒരാൾ വണ്ടി ഇടിച്ച് കിടക്കുന്ന കണ്ടാലും, ആണും പെണ്ണും ഒക്കെ നമ്മുടെ സദാചാരത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കണ്ടാലും, ഇനി ഒരുത്തനെ ചെറിയ കുട്ടി വേറൊരു കുട്ടിയെ ഇടിക്കുന്ന കണ്ടാലും, ഇപ്പോൾ ഈ കേസിലൊക്കെ ഒരാൾ മിണ്ടൂല. കാരണം മിണ്ടാത്ത ഉള്ളിൽ വിഷമമുണ്ട്. പക്ഷെ പറയാത്തതിൻ്റെ കാരണം ഇന്നത്തെ ഈ മീഡിയകൾ ചിത്രീകരിച്ച് അറസ്റ്റിലേക്ക് എത്തിച്ച് അവരുടെ മുഴുവൻ ജീവിതം നശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മീഡിയകളടക്കം അധ്യാപകർ, സമൂഹം എല്ലാം അവർ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലം മാത്രമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഈ വിഷയത്തിന് എനിക്ക് പറയാനുള്ളത്, ഇത് ഇത്ര കൊണ്ട് നിന്ന് തന്നെ വലിയ ഭാഗ്യം, നിന്നെന്ന് ഞാൻ പറയുന്നില്ല, ഇത്ര ആയത് തന്നെ വലിയ ഭാഗ്യമാണ്. സത്യത്തിൽ ഇതിനേക്കാൾ വലിയൊരു സാധ്യത നമ്മൾ ഒരുക്കി കൊടുത്തിരിക്കുന്നത്.
നമ്മളെല്ലാവരും വലിയ അപകടം വളരെ സന്തോഷത്തോടുകൂടി കുറേ കൊല്ലങ്ങളായി ക്ഷണിച്ച് വരുത്തുന്നു. ആ വരുത്തുന്നതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമുക്ക് ഒരുപക്ഷെ ഞാൻ പറയുന്നു, ഈ സമൂഹത്തിൽ ഇത്രയും കിട്ടിയത് ഉള്ള ഭാഗ്യമായിട്ട് കാണാം. ഇതിനെക്കാളും വലുതാണ് കിട്ടാൻ പോയിരുന്നത്. കാരണം നമുക്ക് തന്നെ അറിയാം, എനിക്ക് തന്നെ അറിയുന്ന ഒരുപാട് കേസുകളിൽ ഈ മൊബൈൽ അഡിക്ഷൻ വലിയ രീതിയിലുണ്ട്. നമ്മുടെ കോവിഡിന് ശേഷമാണ് ഫോണ് അത്യാവശ്യം, ആ സമയത്താണ് ഫോൺ അത്യാവശ്യമായത്. പക്ഷേ സംഭവിച്ചത് ആ ഫോണിൻ്റെ പഠനം അല്ല, അതിനുപരി ഗെയിമുകളും മറ്റ് അഡിക്ഷനുകളുമാണ്. അഡിക്ഷൻ ആവുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയുടെ യൂസേജാണ് നടക്കുന്നത്. അത് എന്നിട്ട് നമ്മുടെ എല്ലാ രീതിയിലും ആരോഗ്യത്തെ തകർത്തുന്നു. കായികപരമായി കുട്ടികൾ അധ്വാനിക്കുന്നില്ല. മാനസികമായി കുട്ടികൾ ട്യൂൺ ചെയ്യപ്പെടുന്നത് അതിൽ കാണുന്ന ഏറ്റവും വഷളന്മാരുണ്ട്. അതിൽ നിയമം ലംഘിക്കുന്ന കുറേ ബോധന്മാരുണ്ടാവും. അതിൽ പോലീസിൽ ചോദ്യം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതിൽ ഈ മയക്കുമരുന്ന് അടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരാണ് ഇവരുടെ ഹീറോസ്. നമ്മുടെ ഹീറോസ് ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു നാട്ടിലെ അച്ഛനും ഏട്ടനൊക്കെയാണ്. പിന്നെ നമ്മൾ ഹീറോ പിന്നെ സ്റ്റാർസിനൊക്കെ ആരാധിക്കും. പക്ഷേ അതിനൊക്കെ ഒരു പരിധി വെച്ചിട്ട് ആണ്. പക്ഷെ ഇപ്പോഴത്തെ ഇവരുടെ ഡയറക്റ്റ് ഇവരുടെ ഹീറോ എന്ന് പറയുന്നത് ഈ ഒന്ന് നടന്മാരാണ്. അത് പോട്ടെ, അതിനേക്കാളുപരി ഈ യൂട്യൂബേഴ്സാണ്. ഒരുപാട് യൂട്യൂബേഴ്സിനൊക്കെ നമ്മൾ ഒതുക്കി നിർത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ സമൂഹം തന്നെ മുഴുവൻ താറുമാറാൻ കാരണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിതെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഗവൺമെൻറ്റിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഏത് ഗവൺമെൻറ് ആയാലും സൊസൈറ്റി മാറിയിട്ടില്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഗവൺമെൻറ്റിന് മുഴുവൻ ഫോഴ്സ് വെച്ച് ഇറങ്ങിയെന്ന് വെച്ചു, പോലീസ് മുഴുവൻ ഫോഴ്സ് കൊണ്ട് ഇറങ്ങി, അല്ല ആർമി ഇറങ്ങി, മുഴുവൻ ആളുകളെ ഒരിക്കലും കുറച്ച് മാറ്റം ഉണ്ടാവും. പക്ഷേ സമൂഹം നന്നായിട്ടില്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഗവൺമെൻറ്റും സമൂഹവും ഉത്തരവാദിത്തപ്പെട്ടവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നേരിടേണ്ട ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ ലഹരി പ്രശ്നം എന്ന് പറയുന്നത്. വിഷയത്തിൽ പറയാം. ഇപ്പോൾ ഇന്ത്യൻ കേരളത്തിലും ഒക്കെ വളരെയധികം വർഗീയത കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള സാർ അഭിപ്രായം? ഈ വർഗീയത എന്നുള്ളത് പ്രധാനമായി ഞാൻ മനസ്സിലാക്കിയത് ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു ശാപമാണ് ഈ വർഗീയത എന്നുള്ളത്. യൂറോപ്പിൽ പലതരത്തിലുള്ള കലാപങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നു. യൂറോപ്യർ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ അവിടെ അവർ കാര്യം മനസ്സിലാക്കി അവരിപ്പോൾ ആ രീതിയിലുള്ള കലാപങ്ങൾ പൊതുവെ അവസാനിപ്പിച്ചു. അവരുടെ ഡീസൻ്റ് ജീവിതത്തിലേക്ക് മാറി. നമ്മുടെ രാജ്യം ഇന്ത്യ, പാകിസ്ഥാൻ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാമത് ജനസംഖ്യ വളരെ കൂടുതലാണ്, രണ്ടാമത് മതമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഗെയിം, ഈ വർഗീയത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യന്മാർ അത് അവസാനിപ്പിച്ച പോലെ, യൂറോപ്യന്മാർ ഇതിനേക്കാൾ വലിയ യുദ്ധങ്ങളിൽ കുരിശ് യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ലോകമഹായുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് ബോധം വന്നു. ചിലപ്പോൾ നമുക്കൊരു 100 കൊല്ലം കഴിഞ്ഞാൽ ബോധം വരുമായിരിക്കാം. പക്ഷെ നിലവിൽ ഇന്ത്യ നേരിടുന്ന, അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങൾ നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് വർഗീയത. ഈ മറ്റൊരു കാര്യം, ഞാൻ കുറച്ചൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ സഞ്ചരിച്ചു. എനിക്ക് മനസ്സിലായൊരു കാര്യം, അവിടെയും നമ്മൾ സംസാരിക്കുന്നു, ആളുകളോട് സംസാരിക്കുന്നു. അതുപോലെ വേറൊരു കാര്യം എന്നോട് ആഡ് ചെയ്ത് പറയട്ടെ. നമ്മൾ പറയുമല്ലോ കേരളക്കാർ വളരെ മാന്യന്മാരാണ്, വഴി കാണിച്ചു തരുന്നൊക്കെ. പക്ഷേ എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ ഞാൻ UP-യിലും മഹാരാഷ്ട്രയിലൊക്കെ പോയപ്പം ഇതിലപ്പുറമോ അവർ വഴി കാണിച്ചു തരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് വേറൊരു ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അപ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യയെക്കുറിച്ചൊന്ന് മാറ്റി ചിന്തിക്കേണ്ടതുണ്ട്. അവിടുത്തെ സാധാരണ ജനങ്ങൾ മനുഷ്യരായിട്ട് കാണുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ UP ആണല്ലോ നമ്മളെ ഏറ്റവും വലിയൊരു വർഗീയ എന്നൊക്കെ പറഞ്ഞ സ്ഥലം. അവിടുത്തെ ഒരു മുസ്ലിം രാവിലെ എണീറ്റ്, അയാൾ ഒരു കച്ചവടക്കാരനാണെങ്കിൽ അയാൾ ആ കച്ചവടത്തിന് പോകുന്നു. അയാളുടെ ലക്ഷ്യം ആ കച്ചവടവും കുടുംബം പുലർത്തലുമാണ്. ഒരു ഹിന്ദു അവിടെ ഒരു മറ്റൊരു ബിസിനസ് നടത്തുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കൈവേല ചെയ്യുന്നതാണെങ്കിൽ, ആ ഹിന്ദുവിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുസ്ലിമിനെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു താല്പര്യമൊന്നും ഡെയിലി ലൈഫിലില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ ഇവർ ആരും തന്നെ പൊതുവെ, അല്ലാത്ത സംഘടനകളുണ്ടാവാം, പൊതുജനങ്ങൾ വർഗീയവാദികൾ അല്ല. എപ്പോഴാണ് ഇവിടെ വർഗീയവാദികൾ ആകുന്നത് വെച്ചാൽ എന്തെങ്കിലും ഒരു ഇന്ധനം കിട്ടുമ്പോഴാണ്. ആ ഇന്ധനം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ഇന്ധനം ഒരു പക്ഷേ പൊളിറ്റിക്സ് ഒരു പ്രധാനപ്പെട്ട ഇന്ധനമാണ്. വോട്ട് ബാങ്കായിട്ട് നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ഇന്ധനം. അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ചെറിയ സ്ഥലത്തെ ഒരു ഹിന്ദുവിനും ഒരു മുസ്ലിമിനും ഒരു പ്രശ്നമുണ്ട്. അവർക്ക് കോമൺ പ്രശ്നം, അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ തൊഴിലില്ലായ്മയോ അല്ലെങ്കിൽ ദാരിദ്ര്യമോ. നമ്മൾ അതിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, ആ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി പോകുന്ന അന്നായിരിക്കും ഒരു കേട്ടുകേൾവി
ഇതാ വർഗീയ കലാപം ആരംഭിച്ചു. ഒന്നുകിൽ ഹിന്ദുക്കൾ മുസ്ലിം പള്ളിക്ക് എറിഞ്ഞു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഹിന്ദു പള്ളിയിൽ ഹിന്ദു അമ്പലത്തെ ആക്രമിച്ചു. ഇതിലേതെങ്കിലും ഒന്നുണ്ടായിട്ട് സ്വാഭാവികമായിട്ടും നോർത്ത് ഇന്ത്യയിൽ വർഗീയ കലാപം പൊട്ടിപ്പറക്കും. അപ്പോൾ എന്ത് അവിടെ ഇല്ലാതായിപ്പോയി? ദാരിദ്ര്യം എന്ന ബേസിക് പ്രശ്നമാണ്. അതായിരുന്നു നമ്മളെ പ്രശ്നം. ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും പ്രശ്നം ദാരിദ്ര്യമായിരുന്നു. അതിൽ മാറുകയും ഈ ദരിദ്രനായ ഹിന്ദു പോലും, അതാണ് ഇതിൻ്റെതൊക്കെ ഒരു വലിയ ട്രാജഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിതിൽ കൂട്ടി പറയട്ടെ. ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു അംബാനിക്ക് നമ്മൾ ഇന്ത്യയിലെ ഒരു എയർപോർട്ട് കൊടുത്തു വെക്കാം. നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നൊരു രീതിയാണ്. അംബാനിക്ക് ഒരു എയർപോർട്ട് കൊടുത്തു, കാലിക്കറ്റ് എയർപോർട്ട് കൊടുത്തു. നിങ്ങൾ നോക്കൂ, ഈ അംബാനിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അയാൾ അന്ന് താമസിക്കുന്നത് പുറമ്പോക്കിലായിരിക്കും. എത്ര പേരുണ്ട് അങ്ങനെ കുടിൽ കെട്ടി താമസിക്കുന്ന പാവങ്ങൾ? ഇവൻ പാവപ്പെട്ടവനാണ്, ഇവൻ പുറമ്പോക്കിലാണ് താമസിക്കുന്നത്, ഇവന് ഗവൺമെൻറ് വീട് കൊടുത്തിട്ടില്ല. എന്നാൽ പോലും അംബാനിക്ക് സ്ഥലം കൊടുത്തതിൻ്റെ പേരിൽ ഇവൻ ആർക്ക് ജയ് വിളിക്കും? ആ കൊടുത്ത ആൾക്ക് ജയ് വിളിക്കും. ഇത് വലിയ ദുരന്തമാണ്. കാരണം നമ്മുടെ സ്വയം പ്രശ്നം ഒരു പ്രശ്നമല്ല. എൻ്റെ പ്രശ്നം എൻ്റെ വർഗത്തിൻ്റെ പ്രശ്നമാണ്, അല്ല എൻ്റെ മതത്തിൻ്റെ പ്രശ്നമാണ്, എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ രണ്ട് ദരിദ്രരായ ഹിന്ദു മുസ്ലിമും അടികൂടും. എന്തിനടികൂടുന്നു? തൻ്റെ ദാരിദ്ര്യം എന്ന കോമൺ പ്രശ്നം മറന്നുകൊണ്ട് തൻ്റെ മതത്തിന് വേണ്ടി അടികൂടും. ഈ ഒരു പ്രശ്നമാണ് പ്രധാനമായി ഇന്ത്യയിൽ ഉള്ളത്. അതായത് അവസരം വരുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് വോട്ട് ബാങ്കായിട്ട് നിർത്താൻ വേണ്ടി വർഗീയ കലാപമുണ്ട്. രണ്ടാമത്തെ പ്രശ്നം നമ്മൾ ആലോചിക്കേണ്ട പ്രശ്നം, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളും അതുപോലെ ഭൂരിപക്ഷവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ന്യൂനപക്ഷങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു നാട്ടിലെ ന്യൂനപക്ഷത്തിന് ഇന്ത്യ ലോകത്താകെ മാതൃകയായിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായ ഭരണഘടനാപരമായി തന്നെ അവകാശങ്ങൾ കൊടുത്ത ഒരു രാജ്യമാണ്. ആ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ദൈനംദിനം ജീവിതം കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനല്ല ന്യൂനപക്ഷം ശ്രദ്ധിക്കേണ്ടത്. ന്യൂനപക്ഷത്തിൻ്റെ പേര് എ എന്നായിക്കോട്ടെ അല്ലെ ബി എന്നായിക്കോട്ടെ, ഒരു നിലക്കും അവരെന്ത് ചെയ്യാൻ പാടില്ല. നമുക്ക് സെക്യുലർ രാജ്യം 47 തന്ന സ്ഥിതിക്ക്, എല്ലാവരും കൂടി തന്ന സ്ഥിതിക്ക്, നമ്മുടെ മതത്തിൻ്റെ രാജ്യം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു നിലക്കും ശ്രമിക്കാൻ പാടില്ല. ഒരു നിലക്കും ശ്രമിക്കാൻ പാടില്ല. രണ്ട്, ഈ സമുദായത്തിൽ, ഇപ്പോൾ എ എന്ന് പറഞ്ഞ ന്യൂനപക്ഷ സമുദായത്തിലെ ഓരോ അംഗങ്ങളെയും പരമാവധി സെക്യുലറിസം പഠിപ്പിക്കാൻ വേണ്ടി, എല്ലാ മതവും ഒരുപോലെ അത് പഠിപ്പിക്കുകയും ആ രീതിയിൽ ഇന്ത്യയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ എല്ലാ പൊതുവെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലൊക്കെ ഒരു ചെറിയ വിഭാഗമെങ്കിലും മതരാഷ്ട്രത്തിന് വേണ്ടി ശ്രമിക്കുന്നു, മതരാഷ്ട്രം വരാൻ വേണ്ടി ശ്രമിക്കുന്നു. വലിയ ദുരന്തമാണത്. മറ്റുള്ള സാധാരണ ന്യൂനപക്ഷങ്ങളോട് ചെയ്യുന്ന വലിയ അനീതിയാണത്. രണ്ടാമത്തത്, തങ്ങളുടെ മതം വളർത്താൻ വേണ്ടി മാത്രം ശ്രമിക്കുന്നൊരവസ്ഥ. അത് ന്യൂനപക്ഷങ്ങൾ പൊതുവെ ചെയ്യുന്നുണ്ട്. ഏത് ന്യൂനപക്ഷമാണെങ്കിൽ, എ ആണെങ്കിൽ ബി ആണെങ്കിൽ, മതം വളരട്ടെ, 1 by 1 ആയിട്ട് ഒരാളിങ്ങോട്ട് കൂടട്ടെ. നമ്മൾ ഈ കാര്യത്തിൽ, മതപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് അഭിപ്രായമുള്ളത്, നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിച്ച് മതത്തിലേക്ക് വരുന്നവനെ മതത്തിൽ ചേർക്കാം, പഠിച്ച് വരുന്നവനെ ചേർക്കാം. വെറുതെ ഇരിക്കുന്നവനെ പോയിട്ട് അങ്ങോട്ട് കയറി അവനെ ചൊറിഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, മതത്തിൽ ചേർക്കുന്നത് വളരെ തെറ്റാണ്. അതാണ് ഇവിടെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പലരും ചെയ്യുന്ന വലിയ തെറ്റുന്നത്. ഒന്ന്, ഞങ്ങളുടെ മതരാഷ്ട്രമാണെന്ന് വിചാരിക്കുക. രണ്ട്, ഇവിടെയുള്ള പാവപ്പെട്ടവനെ, മറ്റു മതങ്ങളിലുള്ളവനെ മതത്തിലേക്ക് ചേർക്കുക. നിങ്ങൾ നോക്കൂ, സൗദി അറേബ്യയിലോ മറ്റു രാജ്യങ്ങളിലോ ഇവിടെ നടക്കുന്ന പോലെ ന്യൂനപക്ഷങ്ങളുടെ ആഘോഷം നടക്കാൻ പറ്റുമോ? ഒരു നബിദിനം നടത്താൻ പറ്റില്ല, ഒരു റാലി നടത്താൻ സമ്മതിക്കില്ല. നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ നടത്താം? നമ്മുടെ ഇന്ത്യയിൽ ഗണേശോത്സവം നടത്താം, ശ്രീകൃഷ്ണ ജയന്തി നടത്താം, നബിദിനം നടത്താം, ക്രിസ്മസ് ഘോഷയാത്ര നടത്താം, എല്ലാം നടത്താം. ഇവിടെ മുഴുവൻ സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. ഈ കിട്ടിയ അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടത്, ആ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. മിസ്യൂസ് ചെയ്യുന്നത് എന്താ? മിസ്യൂസ് എന്ന് പറഞ്ഞാൽ, ഞാൻ സിമ്പിൾ ഉദാഹരണം പറയാം. ഇപ്പോൾ അബിയാർ മാനസ് ഇവിടെ ഇരിക്കുന്നു. നിങ്ങളുടെ മൂക്കിൻ്റെ തുമ്പ് വരെ എനിക്ക് വരാൻ സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് വിരൽ നീട്ടാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് പൊതുവെ ഒരു ചൊല്ല് പറയാറുണ്ട്. അത് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മൂക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൈവച്ച് നിന്നാൽ എത്ര നേരം നിൽക്കും? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ആവും, നിങ്ങൾ എന്നെ തിരിച്ചടിക്കും. അപ്പോൾ നമുക്ക് ഭരണഘടനയെ പറയുന്നു മതം മാറ്റാമെന്ന് പറയുന്നു, ആർക്കും ആരുടെയും മതം, ഏത് മതവും സ്വീകരിക്കാം എന്ന് പറയുന്നു. ആ പ്രൊവിഷൻ വെച്ചിട്ട് എന്താ ന്യൂനപക്ഷങ്ങൾ ചെയ്യേണ്ടത്? സ്വീകരിക്കുന്നവരെ സ്വീകരിക്കാം. പക്ഷെ ആ ഒരു പ്രൊവിഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരൊക്കെ മതം മാറ്റിക്കളയാമെന്ന് ചിന്തിക്കണം. എന്താണെന്ന് വെച്ചാൽ, ഈ ഭരണഘടന ഉണ്ടാക്കിയത് ആകാശത്തിന് ദൈവം തന്നതല്ല.
ഇതിവിടെയുള്ള ഭൂരിപക്ഷം ഹിന്ദുക്കൾ അടക്കമുള്ള ആളുകൾ ചേർന്നുണ്ടാക്കിയതാണ്. അപ്പം നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ ഉണ്ടാക്കിയതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അവസരം മുതലെടുക്കരുത്. നമുക്കൊരു സാധനം എന്ത് ഈ ഭരണഘടനയ്ക്ക് വേണ്ടി അല്ലാതെ ആവാമായിരുന്നു, മതപരിവർത്തനം പാടില്ല എന്ന് ആക്കാമായിരുന്നു എന്നവർ മാന്യത കൊണ്ടും ആധുനികത കൊണ്ടും ഡെമോക്രസി കൊണ്ടും സെക്യുലറിസം കൊണ്ടും അവരങ്ങനെ ആക്കിയില്ല. നമുക്കെന്ത് ഭരണഘടന തന്നു? മതം മാറാൻ ചാൻസ് ഉള്ള ഭരണഘടന തന്ന ശേഷം നമുക്ക് കിട്ടിയ ആ പോയിന്റ് വെച്ച് നമ്മൾ ബാക്കിയുള്ളവരെ വെറുപ്പിക്കരുത്. മതം മാറ്റാൻ ചാൻസ് തന്നു ധരിച്ചിട്ട് എന്നാൽ പിന്നെ ബാക്കിയുള്ളവരെ മാറ്റിക്കളയാം എന്ന് ചിന്തിച്ചിട്ട് ബാക്കിയുള്ളവരെ മാറ്റുമ്പോഴാണ് ഈ എല്ലാ പ്രശ്നവും ഉടലെടുക്കുന്നത്. ഇപ്പം പല സംസ്ഥാനങ്ങളിലും മതം മാറ്റ നിരോധന നിയമമൊക്കെ വന്നു. അതൊക്കെ ഈ പ്രശ്നത്തിൽ വരുന്നതാണ്. ജസ്റ്റ് ഒരാൾ പഠിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു, അല്ലെങ്കിൽ ബൈബിൾ പഠിക്കുന്നു, എന്നിട്ട് അയാൾ മതം മാറുന്നു, അത് സ്വാഭാവികമാണ്, അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ നിരന്തരം മറ്റുള്ളവരെ പോയിട്ട് പ്രലോഭിപ്പിച്ചിട്ടോ മറ്റു രീതിയിൽ പ്രീണിപ്പിച്ചിട്ടോ മതം മാറ്റുമ്പോൾ അവിടെ ഈ പ്രശ്നം വരും. അപ്പോൾ അത് ന്യൂനപക്ഷങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തോട് കാണുന്ന കൊഞ്ഞനം മുത്തലാണ്, അല്ലെ അവർക്ക് കിട്ടിയ ഭരണഘടനയോട് കാണുന്ന കളിയാക്കലാണ്. അത് തീർച്ചയായിട്ടും നിർത്തേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ വർഗീയതയെ പറ്റിയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അതങ്ങനെ ഇപ്പം മറ്റൊന്നെന്ന് വെച്ചാൽ മറ്റു സമുദായങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഇപ്പോൾ ഒരു ഏരിയയിൽ പൊതുവേ ബീഫ് കഴിക്കാത്തവരുള്ളതെങ്കിൽ നമുക്ക് ദിവസം ആ സമയത്ത് പോകുമ്പോൾ ഒന്ന് ബീഫ് കഴിക്കാതിരിക്കുന്നത് എന്താ കുഴപ്പം? അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. ഒന്ന് അവിടെ പോലെ ഒരു കൽപ്പാത്തി എന്ന് പറഞ്ഞാൽ പാലക്കാട് ബ്രാഹ്മണ സ്വാതന്ത്ര്യം താമസിക്കുന്നതാണ്. അവിടെ പിന്നെ ആരും നോൺ വെജ് കൊണ്ടുപോകാറില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് കുറച്ച് നേരത്തേക്കൊന്ന് ബീഫ് അല്ലെങ്കിൽ കുറച്ച് കാലം ബീഫ് കഴിക്കാതിരിക്കുക. അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഇനി ഹിന്ദു വിഭാഗങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു മുസ്ലിം പള്ളിയുടെ മുന്നിൽ കൂടി പോകുമ്പോൾ ചെണ്ട മുട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ചെയ്യുക. ഇതൊക്കെയാണ് മാന്യത. ഇതല്ലാതെ ഭരണഘടന അവകാശത്തിനുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മൂക്കിൻ്റെ അടുത്ത് വരെ എനിക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങോട്ട് മിസ്യൂസ് ചെയ്യുന്ന അവസ്ഥയാണ് ഏറ്റവും പരിതാപകരം എന്നാണ് പറയാനുള്ളത്. ഇതിൽ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ജനാധിപത്യത്തെക്കുറിച്ചാണ്. നെഹ്റുവൊക്കെ പറയുന്നത് ജനാധിപത്യ ഒരു ജീവിത രീതി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ജീവിത രീതി അതായത് ഓരോരോ വിഭാഗം ജനതയ്ക്കും വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ അത് ഒരേപോലെയാണോ ഈ ജനാധിപത്യം എന്ന് പറയുന്നത്? ഒന്നാമതായി ജനാധിപത്യം എന്നുള്ള ആ ഒരു വാക്ക് നമ്മളൊക്കെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയത്. അതായത് 5 വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്യാൻ പോകുക, ഇടയ്ക്കിടയ്ക്ക് പ്രകടനം നടത്തുക, പറ്റുമെങ്കിൽ എന്തെങ്കിലും തല്ലിപ്പൊളിക്കുക, ഇതൊക്കെയാണ് ജനാധിപത്യം എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ജനാധിപത്യം ഒരു പക്ഷേ അത് മാത്രമല്ല, ആ ആശയം മാത്രമല്ല, അതല്ലാത്ത അതിൻ്റെ പിന്നിലുള്ള ഫ്രറ്റേണിറ്റി, ഈക്വാലിറ്റി, സെക്കുലറിസം, ഇതിൻ്റെയൊക്കെ ഒരു ആകെത്തുകയായിട്ടാണ് ജനാധിപത്യം നിലനിൽക്കുന്നത്. അതിൻ്റെ കാരണം ജനങ്ങളുടെ ആധിപത്യം എന്നാണല്ലോ പറയുന്നത്. അതിന് മുമ്പ് ആരുടെ ആധിപത്യമായിരുന്നു ചിന്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ മുമ്പ് ആധിപത്യം രാജാക്കന്മാരുടേതായിരുന്നു. നിങ്ങൾ നോക്കൂ, രാജാക്കന്മാരുടെ ആധിപത്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു രാജാവ്, അല്ലെങ്കിൽ അയാളെ കൊല്ലുന്ന മറ്റൊരു രാജാവ്, അല്ലെങ്കിൽ ആ കുടുംബം. ഇപ്പോൾ ബാബറിനെ പറ്റി പറയുകയാണെങ്കിൽ ബാബർ, മകൻ ഹുമയൂണ്, പിന്നെ അക്ബർ, പിന്നെ ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. അന്ന് ഇന്ത്യയിൽ അതിനേക്കാൾ കഴിവുള്ളവരുണ്ടാവാം, അവരുടെ കുടുംബത്തിൻ്റെ വേണേ ഉണ്ടാവും. പക്ഷേ ആ ഒരു സ്ട്രക്ചറിൽ നമുക്ക് പൊതുജനത്തിന് തീരെ പൊതുജനമില്ല, പ്രജകളാണ്. അപ്പോൾ ഇപ്പം സൂക്ഷിക്കണം. ഇപ്പം ചിലരൊക്കെ അറിഞ്ഞോ അറിയാതെയോ പ്രജകൾ എന്നൊക്കെ ഉപയോഗിച്ച് പോകാറുണ്ട് ജനാധിപത്യത്തിൽ. വലിയ തെറ്റാണ്, അതൊരു കാര്യം. അപ്പോൾ ഇത് വളരെ ഭീകരമായ ഒന്നെന്ന് പറയാൻ വേണ്ടി വരും. കാരണം പണ്ട് ആദ്യം ജനങ്ങൾ ജീവിച്ചിരുന്നത് ചെറിയ കൂട്ടങ്ങളായിട്ടാണ്, ഗോത്രങ്ങളായിട്ട്. അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ ഗോത്ര തലവനുണ്ടാവും ഒരു അക്രമത്തെ തടയാൻ വേണ്ടി. ആ ഗോത്ര സിസ്റ്റമാണ് എൻ്റെ രാജാക്കന്മാർ കിങ്ഡായിട്ട് വളർന്നത്. പിന്നെ അത് എംപയറായിട്ട്, വലിയ രാജാവാണ് എംപയറാണ്, അപ്പോൾ മുകളൊക്കെ എംപയറാണ്. എന്തായാലും പൊതുജനം എന്നുള്ളത് അവിടെ ഒരു എണ്ണത്തിൽപ്പെടുന്ന സാധനമേ അല്ല. നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും നമുക്ക് ആധാർ കാർഡുണ്ട്, ഒരു വോട്ടർ ID ഉണ്ട്, നമുക്കൊരു നമ്പറൊക്കെ ഉണ്ട്, ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു രാജഭരണമാണെങ്കിൽ അവിടെ എന്തില്ല, നമ്മൾ കണക്കിലില്ല. കേവലം കൊല്ലാനോ കൊല്ലപ്പെടാനോ ഉള്ള ഒരു കാര്യം മാത്രമാണ് നമ്മൾ, ഒരു വസ്തു, ഒരു ജന്തു മാത്രമാണ് നമ്മൾ. ജനാധിപത്യം വന്നത് ഒരു സുപ്രഭാതത്തിലല്ല. ജനാധിപത്യം യൂറോപ്പിലുണ്ടായ റിനേസൻസ്, റിഫർമേഷൻ, സയൻറ്റിഫിക് റവല്യൂഷൻ, എൻലൈറ്റൻമെൻറ്റ്, ഇത്രയും
കാര്യങ്ങൾ പ്ലസ് അതിൻ്റെ ആത്യന്തികമായ പ്രാക്ടിക്കൽ ഫലമായ 1789 ഫ്രഞ്ച് റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, അങ്ങനെയുള്ള വിപ്ലവങ്ങളുടെയൊക്കെ ആകെ തുകയാണ് അധികാരം ജനങ്ങളിലേക്ക് കൈമാറുന്നത്. അതിൻ്റെ ഒരു സ്റ്റേജിലാണ് നമ്മൾ എത്തിയിട്ടുള്ളൂ. ആ സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ജനാധിപത്യം നമ്മൾ കേവലം 5 വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്യുന്ന ഒരു കാര്യമായി മാത്രം മാറിയിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണുന്നു. ഞാനിപ്പോൾ ഒരു അധ്യാപകനാണെങ്കിൽ സത്യത്തിൽ അധ്യാപകൻ വരുമ്പോൾ ക്ലാസ്സിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിനെ കുറിച്ച് പോലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ അങ്ങനെ വേണമെന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ എല്ലാ അധ്യാപകരും പറയുന്നൊരു തമാശയുണ്ട്, ഞാനും പറയുന്നത്, ഞാൻ വരുമ്പം പലരും എഴുന്നേൽക്കാറില്ല. അപ്പം ഞാൻ പറയും, ഞാൻ വരുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല, മറ്റ് സാറ് വരുമ്പോൾ, വേറെ ഡിപ്പാർട്ട്മെൻറ്റ് സാറ് വരുമ്പോഴോ പ്രിൻസിപ്പൾ വരുമ്പോഴോ നിങ്ങൾ എന്തായാലും എഴുന്നേറ്റ് നിൽക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഘടന എന്ന് പറഞ്ഞാൽ നമുക്ക് ശീലമായിപ്പോയി എഴുന്നേറ്റ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പേഴ്സണൽ പറയാനുള്ളത്, നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ബഹുമാനിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് ആദരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ സപ്പോസ് പെട്ടെന്ന് നിങ്ങളെ വീട്ടിലേക്ക് ഒരാൾ ഒരു ആൾ കയറി വരികയാണ്, വലിയ സ്കോളർ അല്ലെങ്കിൽ ഒരു സിനിമ നടൻ പെട്ടെന്ന് കയറി, സ്വാഭാവികമായിട്ടും നിങ്ങൾ എണീറ്റ് പോകും. അപ്പോൾ വലിയ പ്രതിഭയെ നമ്മൾ ഒന്ന് ബഹുമാനിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ക്ലാസ് റൂമുകളും ഒക്കെ സ്കൂൾ ക്ലാസ്സുകൾ പ്രത്യേകിച്ചും പഠിപ്പിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ ഒരു അച്ചടക്ക സമീപനമാണ്. അപ്പം ഈ കുട്ടിക്ക് ടീച്ചറോട് ഉള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു മേൽക്കീഴ് ബന്ധമാണ്. അപ്പോൾ നമ്മൾ കോളേജിലെത്തുമ്പോൾ പൗരന്മാരായി മാറും 18 വയസ്സായി കഴിഞ്ഞാൽ. അപ്പോൾ ഒരു പൗരനും കുറച്ച് പ്രായമുള്ള മറ്റൊരു പൗരനാണെങ്കിൽ നമ്മൾക്ക് സംസാരിക്കാൻ പറ്റണം, നമുക്ക് തുറന്ന് നിങ്ങളോട് കുട്ടികളോട് സംസാരിക്കാൻ പറ്റണം. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ് ജനാധിപത്യപരമായ ക്യാമ്പസ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അധ്യാപകൻ വരുമ്പോൾ നിൽക്കണോ വേണ്ടേ അതൊരു വിഷയം നിൽക്കട്ടെ. അപ്പോൾ ക്യാമ്പസ് ജനാധിപത്യപരമായിരിക്കണം. 2, പൊതു ഇടങ്ങൾ ജനാധിപത്യപരമാണ്. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഒരാളെ കാണുന്നു, അയാളോട് നിങ്ങൾ ഇടപെടേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾ പ്രായമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അയാളോട് കുറച്ച് സൗകര്യം ചെയ്തു കൊടുക്കും. കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കരുണ കാണിക്കാൻ പറ്റും. അപ്പോൾ അല്ലെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ കുടുംബത്തിലെ അച്ഛനോട്, അമ്മയോട്, സഹോദരനോട്, സഹോദരിയോട് ഈ പെരുമാറുന്ന മുഴുവത്തിൻ്റെയും പേരാണ് ജനാധിപത്യം എന്നുള്ളത്. അല്ലാതെ എന്തല്ല 5 വർഷം ഉണ്ടാക്കുന്ന വോട്ടോ നമ്മുടെ മുന്നണിയോ രാഷ്ട്രീയ പാർട്ടിയോ അല്ല. നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ ആരൊക്കെയോ നമ്മളെ അങ്ങനെ ആക്കി മാറ്റിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ അടിമത്തം, നമ്മളെ മാനസിക അടിമത്തം പലർക്കും ആവശ്യമുണ്ട്. നമ്മളൊക്കെ എന്തിൻ്റെയൊക്കെയോ അടിമകളാണ്. ആ അടിമത്തം ഉണ്ടാകുന്ന കാലത്താണ് നമുക്ക് ജനാധിപത്യപരമായിട്ട് പെരുമാറാൻ സാധിക്കുകയില്ല. ക്ലാസ്സിൽ അധ്യാപകൻ കൽപ്പിക്കുന്നു, വിദ്യാർത്ഥി അത് കേൾക്കുന്നു. അതിനേക്കാൾ ഉപരി ഞാനെപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, ചില ക്ലാസ്സുകളിലെങ്കിലും നമ്മൾ, പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ്, ഹിസ്റ്ററി അല്ലേ, നമ്മൾ പഠിപ്പിക്കുമ്പോൾ അല്ലെ പഠിപ്പിക്കാത്ത വേർഡുകളൊക്കെ അപ്പോൾ നമ്മൾ പറയുമ്പോൾ കുട്ടിയും എണീറ്റ് നിന്നിട്ട് അതിൻ്റെ ഒരു മറുപടിയാണെങ്കിൽ മറുപടി, എതിർപ്പാണെങ്കിൽ എതിർപ്പ്, തൻ്റെ അഭിപ്രായം അത് പറയാൻ കുട്ടിക്ക് സാധിക്കണം. അപ്പോഴാണ് യഥാർത്ഥ ജനാധിപത്യം സാർത്ഥമാകുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ, അപ്പോൾ ജനനം മുതൽ മരണം വരെ വീട്ടിൽ നിന്നും നാട്ടിലും പ്രൈവറ്റിലും പബ്ലിക്കിലും ഇടപെടുന്ന മുഴുവൻ രീതിയെക്കുറിച്ചാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അല്ലാതെ എന്തല്ല, കേവലം രാഷ്ട്രീയമായിട്ടല്ല അതിൻ്റെ ബന്ധം, മാത്രമല്ല ബന്ധം സാമൂഹിക, സാമ്പത്തിക, മനഃശാസ്ത്രപരമായ ബന്ധം ജനാധിപത്യത്തിനുണ്ട്. അപ്പം ജനാധിപത്യം എന്നുള്ളത് യൂറോപ്പിലും ഇന്ത്യയിലുമൊക്കെ കാലങ്ങൾ എടുത്ത് നൂറ്റാണ്ടുകൾ കൊണ്ട് വളർന്നു വന്ന പ്രക്രിയയാണ്. ആ പ്രക്രിയയെ ഒരു നിശ്ചിത തലത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ളൊരു എലക്ഷൻ, മന്ത്രിസഭ, ഭരണം എന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥ ലിബറൽ ഐഡിയോളജിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പറ്റിയിട്ടില്ല. അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ദൗത്യമെന്ന് പറയുന്നത്.